16 നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 9-നാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഫിഷറീസ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ കളമശ്ശേരി ജനപ്രതിനിധിയുമായ വി.ഇ. അബ്ദുൽ ഗഫൂറാണ് 16-ാം കേരള നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. വിവിധ ഭാഷകളിൽ അംഗങ്ങൾ സത്യവാചകം ചൊല്ലിയത് സഭയിൽ ശ്രദ്ധേയമായി. I, Ramesh Pishardi, having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത തൃക്കരിപ്പൂർ എം.എൽ.എ. സന്ദീപ് വാര്യരുടെ നടപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. That I will uphold the sovereignty and integrity of India and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. കൊട്ടാരക്കര എം.എൽ.എ. കെ.എൻ. ബാലഗോപാൽ, വി.ടി. ബൽറാം എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമതായി പാറയ്ക്കൽ അബ്ദുള്ളയും മൂന്നാമതായി കെ.എം. അഭിജിത്തുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ജനപ്രതിനിധി സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സഭയിൽ അവസാനമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഷൊർണൂർ എം.എൽ.എ. പി. മമ്മിക്കുട്ടി, ഒറ്റപ്പാലം എം.എൽ.എ. കെ. പ്രേംകുമാർ, പട്ടാമ്പി എം.എൽ.എ. മുഹമ്മദ് മുഹസിൻ, പെരിന്തൽമണ്ണ എം.എൽ.എ. നജീബ് കാന്തപുരം എന്നിവരും സത്യപ്രതിജ്ഞ ചൊല്ലി. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. ന്യൂസ് ഡെസ്ക് CCN.